നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ടാറ്റ സ്റ്റീൽ ടൂർണമെന്റിൽ തകർപ്പൻ ഗെയിമുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനും നമ്മുടെ അർജുൻ എർഗൈസിനും തമ്മിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള ഗെയിമാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗെയിമിൽ കാൾസൺ വൈറ്റ് സൈഡും അർജുൻ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. കാൾസൺ E4 മൂവ് ചെയ്തുകൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. അർജുൻ C5 മൂവ് ചെയ്യുന്നു. സിസിലിയൻ ഡിഫൻസ് ആണ്. വൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഇത് സിസിലിയൻ ഡിഫൻസിന്റെ ഫ്രഞ്ച് വേരിയേഷൻ ആണ്. വൈറ്റ് C4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. ബ്ലാക്ക് അത് അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോണിട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു കിട്ടുന്നു. ബ്ലാക്ക് ഇവിടെ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. അടുത്ത നൈറ്റിനെ കൂടെ ഡെവലപ്പ് ആണ്. നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് E4 പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റും നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D5ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വൈറ്റിന്റെ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ ഈ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. എന്നാൽ കാൾസനും ഇപ്പോൾ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. അറ്റാക്കുള്ള നൈറ്റിനെ C2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ അർജുൻ വളരെ വേഗത്തിൽ വൈറ്റിന്റെ കിങ് സെല്ലിലേക്ക് ടാർഗറ്റ് ചെയ്യാണ്. ക്വീനെ B6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇതോടെ F2 സ്ക്വയറിലേക്ക് 2 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. വൈറ്റിനെ ഇപ്പോൾ വേണമെങ്കിൽ ഈ നൈറ്റിനെ E3ലേക്ക് കൊണ്ടുവന്ന് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാം. എന്നാൽ കാൾസൻ ഇപ്പോൾ നൈറ്റ് വെച്ച് അറ്റാക്ക് ബ്ലോക്ക് ചെയ്തില്ല. പകരം ക്വീനെ D2ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് F2 പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് അർജുൻ ആ സ്ക്വയറിലേക്ക് ഒരു അറ്റാക്കറെ കൂടെ കൊണ്ടുവരികയാണ്. നൈറ്റിനെ G4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് F2 പോണിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ കാൾസൻ ആ പോണിനെ വീണ്ടും ഏതെങ്കിലും പീസ് വെച്ച് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം F3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിന് 2 രീതിയിൽ മുന്നോട്ട് പോകാം. ഒന്നുകിൽ ബിഷപ്പ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഈ നൈറ്റിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിക്കൊണ്ടും മുന്നോട്ട് പോകാം. ഇവിടെ അർജുൻ അറ്റാക്കുള്ള നൈറ്റിനെ F2ലേക്ക് കൊണ്ടുവന്ന് വൈറ്റിന്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുകയാണെങ്കിൽ ബ്ലാക്കിനെ നൈറ്റ് വെച്ച് E4 പൊണ്ണെടുത്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം റൂക്കിനെതിരെ ഡിസ്കവർ അറ്റാക്കും കൊടുക്കാൻ അവസരമുണ്ട്. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടായാലും ബ്ലാക്കിന് ബിഷപ്പ് വെച്ച് ആ റൂക്കിനെ എടുക്കാൻ പറ്റും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റുന്നില്ല. പകരം ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. നൈറ്റിനെ A4ലേക്ക് കൊണ്ടുവന്ന് ബ്ലാക്കിന്റെ ക്വീനെയും ബിഷപ്പിനെയും ഫോർക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഈ ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ബ്ലാക്കിന്റെ ക്വീന് എങ്ങോട്ടെങ്കിലും മാറാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ക്വീനെ E7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോഴും വൈറ്റ് റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടപോലെയുള്ള അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാൾസൺ ഇവിടെ ഒരു എക്സ്ചേഞ്ച് സാക്രിഫൈസിലേക്ക് പോവുകയാണ്. നൈറ്റ് വെച്ച് ബിഷപ്പിനെ വിട്ടെടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. അർജുൻ അത് അക്സെപ്റ്റ് ചെയ്യാണ്. നൈറ്റ് വെച്ച് റൂക്കിനെ ഇട്ടെടുക്കുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്കിൻ്റെ ഈ നൈറ്റ് ട്രാപ്പിലായിരിക്കുകയാണ്. ആ നൈറ്റിന് ഇപ്പോൾ രക്ഷപ്പെട്ടു പോകാൻ യാതൊരു വഴിയില്ല. എന്നാൽ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീന് ഈ H2 സ്ക്വയറിലേക്ക് കൺട്രോൾ ഉണ്ട്. ക്വീൻ വെച്ച് ആ പോയിന്റ് എടുക്കുകയാണെങ്കിൽ നൈറ്റിന് ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള അവസരം കിട്ടും. അതുകൊണ്ട് കാൾസൺ ഈ ക്വീൻ്റെ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ F4ലേക്ക് കൊണ്ടുവന്ന് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ അത് ഗെയിമിൽ തന്നെ ഏറ്റവും മോശം മൂവായിരുന്നു. ഇവിടെ ഇപ്പോൾ ക്വീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഈ ഡയഗണൽ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുന്നതിന് പകരം F4 മൂവ് ചെയ്തുകൊണ്ട് ഈ ഡയഗണൽ ക്ലോസ് ചെയ്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഈ ക്വീൻ ഇങ്ങോട്ടേക്ക് മാറിയതോടെ വൈറ്റിൻ്റെ കിങ്ങുള്ള ഈ ഡയഗണൽ ഓപ്പൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അർജുൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ക്വീൻ എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല. പകരം വൈറ്റിൻ്റെ ഇത്രയും വലിയൊരു വീക്ക്നെസ് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ക്വീനെ A5ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. ഇതൊരു ഫോർക്കിംഗ് ചെക്കാണ്. ഇപ്പോൾ ചെക്കുമാണ്, നൈറ്റിനെതിരെ അറ്റാക്കുമാണ്. ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കാൻ ശ്രമിച്ചാലും വൈറ്റിനിവിടെ ഒരു നൈറ്റൂടെ നഷ്ടപ്പെടും. ഇവിടെ കാൾസൺ ആ നൈറ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. B4 മൂവ് കൊണ്ട് ഈ ചെക്ക് ബ്ലോക്ക് ചെയ്തതോടൊപ്പം ബ്ലാക്കിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ആ സ്ക്വയറിലേക്ക് ബ്ലാക്കിൻ്റെ നൈറ്റിനും കൺട്രോൾ ഉണ്ട്. അർജുൻ നൈറ്റ് വെച്ച് ആ പോൺ എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനുള്ള സപ്പോർട്ട് ഒഴിവാക്കുന്നു. ഇപ്പോൾ ഈ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഇങ്ങനെയൊരു ഫോർക്കും ചെക്കിനും അതുപോലെ ഡിസ്കവേർഡ് ചെക്കിനും സാധ്യത ഉള്ളതുകൊണ്ട് വൈറ്റിനിപ്പോൾ ഈ അറ്റാക്കുള്ള നൈറ്റിനെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെതിരെ അറ്റാക്ക് കൊടുത്താലും നൈറ്റിനെ D3ലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെയൊരു ഫോർക്കും ചെക്ക് കൊടുക്കാം. ഇതൊരു ഡബിൾ ചെക്കാണ്. ഇപ്പോൾ നൈറ്റ് വെച്ചും ക്വീൻ വെച്ചും ചെക്കുണ്ട്. ഇപ്പോൾ കിങ്ങിന് മൂവ് ചെയ്യാൻ 2 സ്ക്വയറുകളേ ഉള്ളൂ. ഒന്നുകിൽ D1ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ E2ലേക്ക് മൂവ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ E2ലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഒരു ചെക്കോട് കൂടി ആ ക്വീൻ ഇട്ടെടുക്കാം. അല്ലാതെ D1ലേക്ക് മൂവ് ചെയ്താലും അടുത്ത നൈറ്റ് വെച്ച് ചെക്ക് കൊടുക്കാം. ഇപ്പോൾ എന്തായാലും E2ലേക്ക് തന്നെ മാറേണ്ടി വരും. ഈ സമയത്ത് ഒരു ചെക്കോട് കൂടി ആ ക്വീൻ ഇട്ടെടുക്കാം. നമുക്കിനി ഗെയിമിലേക്ക് വരാം. വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് നൈറ്റിനോട്ടായാലും
ക്വീന് വെച്ച് ആ നൈറ്റിനോട്ട് തിരിച്ചുവിട്ടുകൊണ്ട് വീണ്ടും അതേ ഫോർക്ക് ചെക്ക് തന്നെ വരും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ നൈറ്റ് വെച്ച് ക്വീനെ അറ്റാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നൈറ്റുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനോ ശ്രമിക്കുന്നില്ല. പകരം കിങ്ങിനെ D1ലേക്ക് മൂവിതുകൊണ്ട് C2ലെ നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ സമയത്ത് അടുത്ത നൈറ്റ് ഗെയിമിലേക്ക് വരികയാണ്. നൈറ്റിനെ F2ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കുന്നു. വൈറ്റിന് ഇപ്പോൾ എന്തായാലും ഈ ഡാർക്ക് സ്കോറിലേക്ക് മാറാൻ കഴിയില്ല. അങ്ങോട്ടേക്ക് മാറുകയാണെങ്കിൽ നൈറ്റിനെ മാറ്റിക്കൊണ്ട് ഡിസ്കവേർഡ് ചെക്ക് വരികയും ക്വീൻ നഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് കിങ്ങിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ഇപ്പോൾ ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെ അറ്റാക്കാണ്. എന്നാൽ അർജുൻ ആ അറ്റാക്ക് കാര്യമാക്കുന്നില്ല. ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ് ചെയ്യാണ്. നൈറ്റ് വെച്ച് നൈറ്റിനെ എടുത്തുകൊണ്ട് വൈറ്റിൻ്റെ റൂക്കിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ ഈ റൂക്കിൻ്റെ അറ്റാക്കിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ക്വീൻ E1ലേക്ക് ഒന്ന് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. ക്വീനിന് നൈറ്റിന് സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് എന്തായാലും വൈറ്റിനിപ്പോൾ ഈ റൂക്കിനെ രക്ഷിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ കിങ് വെച്ച് ഈ നൈറ്റിനെ വിട്ട് എടുക്കാം. ഈ സമയത്ത് ക്വീൻ വെച്ച് ചെക്ക് വന്നാലും ചെക്ക്മേറ്റ് അല്ല, കിങ്ങിന് G1ലേക്ക് മൂവ് ചെയ്യാനുള്ള അവസരം കിട്ടും. എന്നാലും അതിനുശേഷം ഈ റൂക്ക് നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമുള്ളതുണ്ടാവും. കാൾസണിപ്പോൾ ഒരു നൈറ്റിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നതോടൊപ്പം ഈ ചെക്ക്മേറ്റിൽ നിന്നും ഒഴിവാകുന്നു. ഈ സമയത്ത് അർജുൻ ആ റൂക്കിനെ കൂടെ അവിടെ നിന്ന് ഒഴിവാക്കാണ്. നൈറ്റ് വെച്ച് റൂക്കിനെ എടുക്കുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിലും കിങ് വെച്ച് ആ നൈറ്റിനെ എടുക്കാം. എന്നാൽ കാൾസൺ ഇപ്പോഴും അത് ചെയ്യുന്നില്ല. പകരം ക്വീനെ E5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെതിരെയും G7ലെ പോണെതിരെയും ഒരുമിച്ച് അറ്റാക്ക് കൊടുക്കുന്നു. എന്നാൽ അർജുൻ തൻ്റെ അറ്റാക്ക് വരെ മുന്നോട്ട് പോയാണ്. ക്വീന് വെച്ച് A2ലെ പോണ്ട് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. വൈറ്റ് ബിഷപ്പ് വെച്ച് ആ ചെക്ക് ബ്ലോക്ക് ചെയ്യുന്നു. അതിനുശേഷം F6 മുതലുകൊണ്ട് F7ലേക്കുള്ള അറ്റാക്ക് ബ്ലോക്ക് ചെയ്യുന്നതോടൊപ്പം വൈറ്റിൻ്റെ ക്വീനെ തിരിച്ചറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് ക്വീനിനെ അറ്റാക്കിൽ മാറ്റാണ്. ക്വീനെ D6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് അർജുൻ അടുത്ത പീസിനെ ടാർഗറ്റ് ചെയ്യാണ്. B6 മൂവ് ചെയ്തുകൊണ്ട് വൈറ്റിൻ്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ആ നൈറ്റിന് ഇപ്പോൾ സേഫായിട്ട് പോകാൻ അധികം സ്ക്വയറുകളൊന്നുമില്ല. എങ്ങോട്ട് തന്നെ പോയാലും ആ നൈറ്റിനെ ഏതെങ്കിലും പീസുകളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യേണ്ടി വരും. വേണമെങ്കിൽ കിങ് വെച്ച് നൈറ്റിനായിട്ട് എടുത്തുകൊണ്ട് ഇങ്ങനൊരു എക്സ്ചേഞ്ചിന് ശ്രമിക്കാമായിരുന്നു. എന്നാൽ കാൾസൺ ഇവിടെ നൈറ്റ് വെച്ച് E6ൽ പോണിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇപ്പോൾ പോണ വെച്ച് നൈറ്റിനെ വിട്ടുമ്പോൾ വൈറ്റിനും കിങ് വെച്ച് നൈറ്റിനെ വിട്ടാമെന്നാകും വൈറ്റ് ഇവിടെ പ്ലാൻ ചെയ്തത്. എന്നാൽ അർജുൻ ഇവിടെ ഒരു പോണിനെ കൂടെ നേടിയെടുക്കുകയാണ്. ക്വീൻ വെച്ച് C4ലെ പോൺ എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇതോടെ കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു. വൈറ്റ് ഇപ്പോൾ കിങ് വെച്ച് നൈറ്റിനോട്ട് എടുത്താലും ബ്ലാക്കിന് ക്വീൻ വെച്ച് നൈറ്റിനോട്ട് എടുത്തുകൊണ്ട് ഒരു ക്വീൻ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ എന്തായാലും ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ വൈറ്റിൻ്റെ 2 ബിഷപ്പുകൾക്ക് പകരമായിട്ട് ബ്ലാക്കിന് 2 റൂക്കുകളും ഒരു ബിഷപ്പും നൈറ്റും ഉണ്ട്. ഇനി ഇവിടെ ക്വീൻ എക്സ്ചേഞ്ച് നടന്നില്ലെങ്കിൽ പോലും വൈറ്റിന് ഗെയിമിൽ യാതൊരു സാധ്യതയുമില്ല. അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ കാൾസൺ തോൽവി സമ്മതിച്ചത്. ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അർജുൻ ഇവിടെ 2 റൂക്കുകളെയും ഒരു ബിഷപ്പിനെയും തൊടുക പോലും ചെയ്യാതെ ഒരു ബിഗിനർ പ്ലെയർക്കെതിരെ കളിക്കുന്ന രീതിയിലാണ് ലോക ചാമ്പ്യനെ തോൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ ഗെയിം വേയെക്കുറിച്ച് എല്ലാവരും അറിഞ്ഞാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഗെയിം വേയുടെ ടൈം വ്യാഴാഴ്ച വരെയാണ്. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പങ്കെടുക്കുക. അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.